എല്ലാവർക്കും നമസ്കാരം. ഇത് കണ്ടില്ലേ, ഇതാ ഇങ്ങനത്തെ ഒരു അടിപൊളി ഡ്രിങ്ക് ആണ് കേട്ടോ. ഇതിൽ വേറെ കളറൊന്നും ചേർത്തിട്ടല്ല, ഈ കളറ് നല്ലൊരു റിഫ്രഷിങ് ഡ്രിങ്ക്. അപ്പോൾ അതിങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ടൊരു കുക്കുംബറും പിന്നെ ഒരു ഗ്രീൻ ആപ്പിളാണ് എടുത്തിരിക്കുന്നത്. നമുക്കിതിനെ നന്നായി കട്ട് ചെയ്തിട്ട് വരാം. തോലൊന്നും കളയണ്ട കേട്ടോ. അപ്പോൾ ഇനി മിക്സിയുടെ ബ്ലെൻഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് തോലൊന്നും കളയാതെ ഞാൻ ഒരു കുക്കുംബർ കട്ട് ചെയ്തതും അര പീസ് നമ്മുടെ ഗ്രീൻ ആപ്പിൾ കട്ട് ചെയ്തതാണ് കേട്ടോ. ഒരു കപ്പ് വീതമാണ് രണ്ടും ഇട്ടിരിക്കുന്നത്. ഇനി അതിലേക്ക് ഒരു മണത്തിനായിട്ട് ലേശം മല്ലിടയിലയും കൂടി ഇട്ട് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ ഡ്രിങ്കിന്. കുറച്ച് ഉപ്പിൻ്റെ ടേസ്റ്റ് കൂടുതൽ വേണ്ടവർക്ക് ഉപ്പിൻ്റെ ടേസ്റ്റ് കൂടുതലിടാം. ഞാനൊരു ലേശം ഒരു ചെറിയ നാരങ്ങയുടെ നീര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഗ്രീൻ ആപ്പിളും ചെറിയ പുളിയുള്ളതാണല്ലോ, അതുകൊണ്ട് തന്നെ നാരങ്ങ നീര് നോക്കി ഒഴിക്കുക കേട്ടോ. ഒരു നാരങ്ങയുടെ നീരാണ് ഞാനിപ്പോൾ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് അടിച്ച് വന്നതിന് ശേഷം വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ മധുരത്തിനായിട്ട് ഹണിയാണ് ഉപയോഗിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ഹണിയാണ് ഒഴിച്ചിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് പഞ്ചസാര വേണമെന്നുള്ളവർക്ക് പഞ്ചസാര ഉപയോഗിക്കാം. ഞാൻ അധികം പഞ്ചസാര ജ്യൂസുകളിൽ ഉപയോഗിക്കാറില്ല എന്ന് മാത്രം. ഇപ്പം നന്നായി അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്തപ്പോൾ ലെമൺ ജ്യൂസ് കുറവായതുകൊണ്ട് എഗെയിൻ ഞാനൊരു നാരങ്ങയുടെ നീരും കൂടി ചെറിയ നാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചു കൊടുത്ത് ഒരു ടേബിൾ സ്പൂണോളം ഹണിയും കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇനി അത് നന്നായി മിക്സ് ചെയ്ത് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒന്നും കൂടി ബ്ലെൻഡ് ചെയ്തിട്ട് വരാം. നന്നായി ബ്ലെൻഡ് ചെയ്യണം കേട്ടോ. അതിൽ അത് മുഴുവനായിട്ട് പോകണം, അരിഞ്ഞു കിട്ടണം. ഇപ്പം ഇതാ നന്നായി ബ്ലെൻഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് അരിച്ചെടുക്കാം. കുറച്ച് വലിയ അരിപ്പേ തന്നെ ഇട്ടിട്ട് നന്നായി അരിച്ചെടുക്കണം കേട്ടോ. ഗ്രീൻ ആപ്പിളിൻ്റെ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇതിന് കുറച്ച് വേസ്റ്റേജ് ഉണ്ടാവും. ഫ്രൂട്ട്സൊക്കെ അങ്ങനെ തന്നെ കഴിക്കുന്നതാണ് കേട്ടോ എപ്പോഴും നല്ലത്. എന്നാലും ഇതൊരു ചേഞ്ചിനായിട്ട് ഇടയ്ക്ക് നമുക്കൊരു റിഫ്രഷിങ് ആയിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഡ്രിങ്ക് ഇടയ്ക്ക് കുടിക്കുകയും ചെയ്യാം. ഇപ്പോൾ ഇതാ ഫുള്ളായിട്ട് സ്ട്രെയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതാ നമ്മുടെ ജ്യൂസ് റെഡി. ഇനി ഈ ജ്യൂസിലേക്ക് ഒരു കണ്ടൻറ്റും കൂടി ചേർക്കാൻ കേട്ടോ. ഒരു പച്ചമുളകിനെ ഞാൻ നീളത്തിൽ കീറിയിട്ട് ഇങ്ങനെ നിട്ട് അതിനെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. പച്ചമുളക് ചേർത്ത് അടിക്കരുത് കേട്ടോ ഒരിക്കലും. അപ്പം നമുക്കത് ഭയങ്കര എരിവായി പോകും. ഈ ടേസ്റ്റ് ഒന്നും കിട്ടില്ല, റിഫ്രഷിങ്ങും ആവില്ല. നമുക്കതിനൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഐസ് ക്യൂബ് വേണമെങ്കിൽ ഐസ് ക്യൂബ് ഇടാം കേട്ടോ. ഞാനിതിൽ ഐസ് ക്യൂബ്സ് ഒന്നും യൂസ് ചെയ്യാറില്ല. നോർമൽ ടെമ്പറേച്ചറിലാണ് സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു പച്ചമുളകിൻ്റെ പീസും കൂടി ഇട്ട് കഴിഞ്ഞാൽ സൂപ്പർ ഡ്രിങ്ക് റെഡി. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഗ്രീൻ ആപ്പിളിൻ്റെയും കുക്കുംബറിൻ്റെയും ഈ റിഫ്രഷിങ് ജ്യൂസ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ അറിയിക്കാൻ മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.